മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, ഒറ്റപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ചില വീടുകളിൽ കാണാറുണ്ട്, ഒരാളെ എല്ലാവരും കൂടി വട്ടം കൂടി നിന്നിട്ട് കുറ്റപ്പെടുത്തുക, അയാളെ അപമാനിക്കുക, അയാളെ ഇനി തേച്ച് ഭിത്തിയിലൊട്ടിക്കുക എന്നൊക്കെ പറയണ രീതിയിലാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ എന്നോ ചെയ്ത തെറ്റുകൾ നമ്മൾ അനുഭവിക്കുകയാണ് ഇതേ കൂടെ. അത് മനസ്സിലാക്കുക. അതിന് ഓടി പോയി ആത്മഹത്യയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ദൈവമായിട്ട് അടുക്കുക. അതായത് നിങ്ങൾ കൂടുതലും ആത്മീയമായിട്ട് അടുത്ത ലെവലിലേക്ക് കയറേണ്ട ഒരു ആവശ്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദൈവിക ശക്തികൾ എന്തെങ്ങനെ ക്രൂരമായ പീഡകൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒന്നുകൂടി പുരോഗമിക്കാറായി. നിങ്ങൾ മറ്റുള്ളവരെക്കാളും